ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താമര കൃഷിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. താമര നടുന്നത് മുതൽക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഏറെക്കുറെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. താമര കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന മണ്ണ് എങ്ങനെയാണെന്ന് നോക്കാം. കല്ലും കട്ടയൊന്നുമില്ലാത്ത നല്ല തരിയായിട്ടുള്ള മണ്ണ് വേണം നമ്മൾ താമര കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട്. ഒരുപാട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കായിരിക്കും നല്ലത്. നമ്മൾ താമര പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടബിന് ചുറ്റും റണ്ണേഴ്സ് ഓടിയിട്ടാണ് ആ പ്ലാന്റ് വളരുന്നത്. അപ്പോൾ ഈ റണ്ണേഴ്സ് ഓടുന്നതിനനുസരിച്ചാണ് നമുക്ക് പൂക്കളും ഒക്കെ കിട്ടിയ പ്ലാന്റ് നല്ല ഗ്രോത്തായിട്ട് വരാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു കല്ലൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഈ റണ്ണർ അതിൽ പോയിട്ട് തട്ടി സ്റ്റക്കായി പ്ലാന്റ് വളർച്ച മുരടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല തരിയായിട്ടുള്ള മണ്ണ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഇലകളൊക്കെ അഴുകിയിട്ടുള്ളൊക്കെ അങ്ങനത്തെ മണ്ണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഗ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ജൈവാംശം കൂടുതലായിരിക്കും ആ മണ്ണിൽ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ട്യൂബർ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ കോയിൻ ലീഫാണ് വരിക. ചെറിയ കോയിൻ്റെ അത്ര വലിപ്പമുള്ള ചെറിയ ലീഫുകൾ വന്നു തുടങ്ങും. അതിനുശേഷം കുറച്ചുകൂടി വലിപ്പത്തിലുള്ള ലീഫുകൾ വരും. പിന്നീട് അത് അത്യാവശ്യം വലിയ ഫ്ലോട്ടിംഗ് ലീഫുകളാവും. അങ്ങനെ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് നമ്മുടെ ടബ് ഏറെക്കുറെ നിറഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്റ്റാൻഡിങ് ലീഫ് വന്ന് തുടങ്ങുക. ഞാൻ താമരയ്ക്ക് ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ഫ്ലോട്ടിംഗ് ലീഫ് വന്നതിന് ശേഷമാണ് ആദ്യത്തെ വളപ്രയോഗം ചെയ്യാറുള്ളത്. കാരണം പ്ലാന്റ് തീരെ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്റ്റാൻഡിങ് ലീഫ് ആയിരിക്കും വരാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫ് വരുമ്പം വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ബഡും വരാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് സാധാരണയായിട്ട് ഫ്ലോട്ടിംഗ് ലീഫിൻ്റെ കൂടെ വരുന്ന ബഡിനേക്കാൾ ഇതുപോലത്തെ വലിയ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ വരുന്ന പൂക്കൾക്കായിരിക്കും കൂടുതൽ ഭംഗിയും അതുപോലെ കൂടുതൽ വലിപ്പവും കിട്ടുക. ഇതിപ്പോൾ നമുക്ക് 2-3 ദിവസമായ ഫ്ലവറാണ്, വലിയ പൂവായിരുന്നു. ഇനി അടുത്തത് വരുന്നതും വലിയൊരു മൊട്ടാണ്. അപ്പോൾ നല്ല പ്ലാന്റ് നല്ല കരുത്തായതിന് ശേഷം വരുന്ന ബഡുകളായിരിക്കും നമുക്ക് കൂടുതൽ ഭംഗിയുള്ളയും അതുപോലെ നല്ല കളറുള്ളൊക്കെ ഫ്ലവർ കിട്ടുക. താമര ബഡ് വരുന്നത് അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു ബൗൾ വെറൈറ്റീസോ അങ്ങനെ മൈക്രോ വെറൈറ്റീസൊക്കെയാണ് നടുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്ന് തുടങ്ങും. അതുപോലെ നമ്മൾ ലാർജ് വെറൈറ്റീസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് പ്ലാന്റ് നല്ല കരുത്തായതിന് ശേഷം മാത്രമായിരിക്കും ബഡ് വരാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങുമ്പോഴാണ് താമരയ്ക്ക് ആദ്യത്തെ വളപ്രയോഗം ചെയ്യുന്നത്. ഇത് നമ്മളൊരു മൈക്രോ വെറൈറ്റിയാണ് മൃണാളിനി. അപ്പോൾ ഇതുപോലത്തെ മൈക്രോ ടു ബൗൾ വെറൈറ്റീസിന് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്ന് തുടങ്ങും. കാരണം ഇത് ചെറിയ പൂക്കളായിരിക്കും. അത്യാവശ്യം വലിയ പൂക്കൾ വരുന്ന വെറൈറ്റീസിനൊക്കെ സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് ഫ്ലവർ വരിക. കാണുന്നത് വൈറ്റ് അഗില എന്ന വെറൈറ്റിയുടെ ഫ്ലവറാണ്. ഇത് കണ്ടോ, എന്നെക്കാൾ പൊക്കത്തിലാണ് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത്. വലിയ ഫ്ലവറാണ്. ഇതൊക്കെ വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ്. അപ്പോൾ ഇതിനൊന്നും ഒരിക്കലും ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വരില്ല. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്, നമുക്ക് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് അഗില. അപ്പോൾ വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം മെച്ചുവറായി വലിയ സ്റ്റാൻഡിങ് ലീഫുകൾ വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ വെറൈറ്റീസിന് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങുക. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് താമരയിലെ ആൽഗ വരുന്നത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽക്കേ ചില കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം താമര ചെടിക്കുള്ള മണ്ണ് ചൂസ് ചെയ്യുമ്പം ഒരുപാട് ജൈവാംശമുള്ള മണ്ണ് തിരഞ്ഞെടുക്കാതിരിക്കുക. അതുപോലെ അമിതമായ രാസവളപ്രയോഗവും അമിതമായ ജൈവവളപ്രയോഗവും ഇതിന് കാരണമാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വെയിലടിക്കുന്ന സമയത്ത് ഇതിൽ ആൽഗ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ജൈവാംശമുള്ള മണ്ണ് തിരഞ്ഞെടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്.
അതുപോലെ തന്നെ പാടത്തുള്ള ചെളി വേണോ അങ്ങനെയൊക്കെ പലരും സംശയം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കല്ലില്ലാത്ത നല്ല പറമ്പിലെ മണ്ണ് തന്നെ, നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പറമ്പിലെ മണ്ണ് തന്നെ എടുത്താൽ മതി. നമ്മൾ താമര കൃഷിയിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിലോ അതുപോലെ മണ്ണിലോ നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഈ ആൽഗ ഫോം ചെയ്യുന്ന പ്രശ്നം വരിക. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ നൈട്രജൻ്റെ കാഠിന്യം നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് പായൽ കൂടി ഇട്ട് കൊടുത്താൽ ഏറെക്കുറെ നമുക്ക് പായൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. ഫ്ലോട്ടിംഗ് പായലുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് താമര ടബിൽ താമര വളർത്തുമ്പോൾ കൊതുക് മുട്ടയിടുന്ന പ്രശ്നമൊന്നും വരില്ല. കൂത്താടികളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പായലുകൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് താമര കൃഷിയിൽ. ഫ്ലോട്ടിംഗ് പായലുകൾ നമ്മുടെ ടബിൽ നിറയാതെ നമ്മൾ സൂക്ഷിക്കണം. അമിതമായിട്ട് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമര ചെടിയിൽ വെയിലടിക്കാതെ ചെടി നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ വീക്കിൽ ഇത് കോരി കളഞ്ഞിട്ടില്ല. നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഇത് കോരി കുറേ അമിതമായിട്ടുള്ളതൊക്കെ കോരിക്കളഞ്ഞ് നമ്മൾ ഒഴിവാക്കണം. ഇതിപ്പോൾ അസോളയാണ്. ഇതുപോലെ തന്നെ ഡെക്ക് ഫീറ്റ്, അതുപോലെ റെഡ് റൂട്ടഡ് ഫ്ലോട്ടേഴ്സ്, അങ്ങനെ കുറേ ഫ്ലോട്ടിംഗ് പായലുകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. താമര കൃഷിക്ക് വളത്തേക്കാൾ പ്രധാനം വെയിലാണ്. അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റിൻ്റെ അടിയിലൊന്നും കൊണ്ടുപോയി വെച്ചിട്ട് താമര വളർത്താൻ സാധിക്കില്ല. തുറസായ സ്ഥലങ്ങളിലാണ് താമര നല്ലതായി പൂവിട്ട് കണ്ടിട്ടുള്ളത്. ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വളം കൊടുത്തിട്ട് കാര്യമില്ല. വെയിലാണ് വളത്തേക്കാൾ പ്രധാനം. അപ്പോൾ താമര നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു സംശയമാണ് ആമ്പലും താമരയും ഒന്നിച്ച് നടാൻ പറ്റുമോ എന്നുള്ളത്. ഈ കാണുന്ന പോട്ടിൽ ഞാൻ ഒരു താമര നട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ ഒരു ആമ്പൽ കൂടി വെച്ചു. ഇപ്പോൾ എൻ്റെ താമര പൂർണ്ണമായിട്ട് നശിച്ചു. ഇതിലെവിടെയും എൻ്റെ താമര ഒന്നും കാണാനില്ല. ഇതിലൊരു സൈഡിൽ താമര വെച്ചിരുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ സെപ്പറേറ്റ് ആക്കി തന്നെ നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആമ്പൽ ഒരുപാട് വേരുകൾ തിങ്ങി നിറഞ്ഞ് വളരുന്നത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് താമരയ്ക്ക് റണ്ണർ ഓടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നശിച്ചു പോവും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കുള്ള മറ്റൊരു സംശയമാണ് താമര നടേണ്ട സമയം, എന്തെങ്കിലും പ്രത്യേകമായിട്ട് സമയമുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നമുക്ക് ഡിസംബർ മാസങ്ങളിൽ മാത്രമാണ് പൂക്കൾ കുറഞ്ഞ് കണ്ടിട്ടുള്ളത്. നമ്മൾ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ സീസണിലും നല്ലതായിട്ട് പൂക്കളൊക്കെ കിട്ടും. അപ്പോൾ ഡിസംബർ മാസത്തിൽ മാത്രമാണ് നമുക്കിവിടെ വിൻ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വിൻ്റർ സീസൺ കൂടി ഉള്ളതുകൊണ്ടാണ് അവർക്ക് എല്ലാ സമയത്തും അങ്ങനെ താമര നടാൻ സാധിക്കാത്തത്. നമുക്കിവിടെ കേരളത്തിൽ ട്രോപ്പിക്കൽ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും താമര നടാം. ഞാൻ എല്ലാ സമയത്തും നട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡിസംബർ മാസത്തിലൊക്കെ നമ്മൾ ട്യൂബേഴ്സ് നട്ടിട്ടുണ്ട്, താമര വളർന്ന് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ പൂക്കൾ കുറച്ച് കുറവായിരിക്കും. പൊതുവേ തണുപ്പുള്ള കാലാവസ്ഥയിൽ താമരകൾ ട്യൂബർ ഫോം ചെയ്യാനാണ് ചാൻസ് കൂടുതലുള്ളത്. താമര ചെടിയിൽ പുതിയ സ്റ്റാൻഡിങ് ലീഫുകളോ ബഡ്ഡുകളോ ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പ്ലാന്റുകളൊക്കെ ട്യൂബർ ഫോം ചെയ്തിട്ടുണ്ടാവും. താമര അതിൻ്റെ അടുത്ത ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 2 വഴിയിലൂടെയാണ്. ഒന്ന് ട്യൂബർ ഫോമേഷനിലൂടെയും അതുപോലെ അടുത്തത് സീഡിലൂടെയുമാണ്. പക്ഷേ നമുക്ക് സീഡിൽ നിന്ന് കിട്ടുന്ന ചെടികൾ ഒരിക്കലും മദർ പ്ലാന്റിൻ്റെ അതേ സ്വഭാവം കാണിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ട്യൂബർ വാങ്ങി പോട്ട് ചെയ്യുകയാണെങ്കിൽ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണത്തിലുള്ള പൂക്കൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ താമര നടാനായിട്ട് വിത്തിനേക്കാൾ നല്ലത് എപ്പോഴും ട്യൂബേഴ്സ് തന്നെയാണ്. താമര കൃഷിയെക്കുറിച്ച് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.